ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി പുകയുടെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ്. പുകയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൈലൻസറിൽ നിന്ന് നല്ല രീതിയിൽ പുക പുറത്തേക്ക് പോകുന്നുണ്ട് വെള്ള കളറിൽ. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അഴിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഓയിൽ ലെവലില്ലാതെ ഓയിൽ ലെവൽ കുറവായിട്ട് വണ്ടി ഓടി സിലിണ്ടർ പിസ്റ്റൺ പിടിച്ചേക്കാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ പറയാം ഈ ഭാഗമൊക്കെ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ ഉരുകി പിടിച്ചേക്കാണ് ഈ കാണുന്നത് കേട്ടോ. അതിവിടെ രണ്ട് സൈഡിലുണ്ട്, ബാക്ക് സൈഡിൽ ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡിലുണ്ട്. അതേപോലെ തന്നെ സിലിണ്ടറിൻ്റെ ബോറിനകത്തും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ അടിയിൽ കാണുന്നതൊക്കെ സിലിണ്ടർ പിസ്റ്റൺ പിടിച്ചിട്ട് സ്ക്രാച്ച് വന്നതാണ് കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ വരുന്ന വേറെ ഒന്ന് രണ്ട് കംപ്ലയിൻറ്റുകളുണ്ട്. ഓയിൽ ലെവൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലൂബ്രിക്കേഷൻ കുറയും. ലൂബ്രിക്കേഷൻ മാത്രമല്ല, ഈ എഞ്ചിൻ ഓയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലൂബ്രിക്കേഷൻ മാത്രമല്ല ഹീറ്റ് റെസിസ്റ്റൻസും കൂടി ചെയ്യുന്നുണ്ട്. അതായത് ഓയിൽ ഇങ്ങനെ ഒഴുകി പോകുന്നതിനനുസരിച്ച് ചൂട് കുറയുന്നുണ്ട്. അപ്പോൾ ഓയിൽ ലെവൽ വരാതെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് ഫ്രിക്ഷൻ കൂടും, തേയ്മാനം വളരെ പെട്ടെന്ന് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സംഭവിച്ചാണ് ഈ വാൽവിൻ്റെ ഗൈഡൊക്കെ ഡാമേജാണ്. ഈ രണ്ട് വാൽവ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. വാൽവിൻ്റെ എവിടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. വാൽവ് മാറ്റണം, അതേപോലെ തന്നെ വാൽവിൻ്റെ ഗൈഡും മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ തന്നെ ബെയറിങ്, ഈ ചെറിയ ബെയറിങ് ആണ്, ആ ബെയറിങ്ങിന് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കണ്ട, കൂട്ടത്തേക്കൂടെ നമുക്ക് ഇതിൻ്റെ ഈ ബെയറിങ് മാത്രമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ അതങ്ങനെ ചേഞ്ച് ചെയ്ത് വിടാം. ഈ റോക്ക് റാം സെറ്റിന് വേറെ ഡാമേജ് ഇല്ല. ഇത് കൈയോടെ നമ്മളത് മാറ്റി ക്ലിയർ ചെയ്യണം. ഇത് മാറ്റുമ്പോൾ രണ്ടെണ്ണം കൂടി മാറണം കേട്ടോ. മുകളിലത്തെയും താഴത്തെയും കൂടിയിട്ട് മാറ്റി റീസെറ്റാക്കി ഇടുക. ഇതും ഹെഡും വാൽവും മാറ്റിയിട്ട് ഗൈഡ് മാറ്റുന്നത് ലെയ്ത്ത് വർക്ക് വരുന്ന കേസാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അതിനകത്ത് വന്നതെന്ന് കാർബേറ്ററിൻ്റെ ആയാലും കാർബേറ്റർ വാക്യൂം പിസ്റ്റൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വാക്യൂം പിസ്റ്റൻ തേയ്മാനം ഉണ്ട്. ഇതിനകത്ത് 100% പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു 80%ഓളം വാക്യൂം പിസ്റ്റൻ ഡാമേജാണ്. ഈ ഇതുമേ വാക്യൂം പിസ്റ്റന്മേൽ കാണുന്ന ഈ ഒരു സ്ക്രാച്ച്, ഈ വെള്ള കളറിൽ കാണുന്ന അതിൻ്റെ തേയ്മാനത്തിൻ്റെ ഒരു തീവ്രതയാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാവുക. അത് നോക്കുമ്പോൾ ഈ കാർബേറ്ററിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് തേയ്മാനം കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറാമെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. കാരണം ഏകദേശം ഒരു 5000 രൂപ തുടങ്ങി 5500 ആ റേഞ്ചൊക്കെ കാർബേറ്റർ അസംബ്ലിക്ക് വരും. അപ്പോൾ തൽക്കാലം ഈ വാക്യൂം പിസ്റ്റൺ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയും. കാരണം ഈ തേയ്മാനം കാർബേറ്ററിന് തേയ്മാനം ഉണ്ടെങ്കിലും ഈ തേയ്മാനം ഇല്ലാതെ പുതിയത് വരുമ്പോഴത്തേക്ക് അത്രയും ആ ഒരു ഗ്യാപ്പ് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് കാർബേറ്റർ ഉപയോഗിക്കാം. ഓൾറെഡി കാർബേറ്റർ കംപ്ലയിൻ്റ് ആണ്. തൽക്കാലം വാക്യൂം പിസ്റ്റൺ മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കൂട്ടത്തിൽക്കൂടെ നമുക്ക് എയർ ഫിൽട്ടർ മാറണം. എയർ ഫിൽട്ടർ മാറുന്ന ടൈം ആയിട്ടുണ്ട്. സൈലൻസിനകത്ത് നല്ല രീതിയിൽ ഓയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ശരിക്കും ഓയിൽ സൈലൻസറിലേക്ക് പോയിട്ടാണ് അത്രയും പുക കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്താൽ പോലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ വണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, വണ്ടി കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം വണ്ടി ഓടുന്ന സമയത്ത് സൈലൻസർ ചൂടാവുന്ന സമയത്ത് വീണ്ടും പുക വരും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈലൻസറിൻ്റെ ഉള്ളിൽ, ആ ഷെല്ലുകളുടെ ഉള്ളിൽ വന്നേക്കണേ, കാത്തലിക് കൺവെർട്ടറിൻ്റെ ഉള്ളിലൊക്കെ വന്നേക്കണം ഓയിൽ കത്തി തീരാതെ കൊണ്ട് 100% പുകയുടെ ഇത് മാറില്ല. ഉള്ളിൽ നിന്നുള്ള പ്രോബ്ലം നമുക്ക് 100% മാറ്റാം. പക്ഷേ സൈലൻസറിനകത്ത് നിന്ന് അത് പോയി തീരാൻ കുറച്ച് സമയം കൂടി എടുക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ വലിയ പഴക്കമില്ലാത്ത ഓയിലാണ്. 800 മില്ലി 850 മില്ലിയോളം ഉള്ളൂ. ബാക്കിയത്തെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലെവൽ ടോപ്പപ്പ് ചെയ്തിട്ട് ഈ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. കാരണം നല്ല ഓയിലാണ് ഇതിനകത്ത് കിടക്കുക. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് 1-2 കംപ്ലയിൻസുകൾ അല്ലാതെ ഉണ്ട്. ചെയിൻ സ്പോക്കറ്റിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് ഉണ്ട്. അതായത് ചെയിൻ മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ബാക്കിലത്തെ സ്വിങ് ആം, ഈ സസ്പെൻഷൻ്റെ ഇവിടെ വന്ന ബെയറിങ്ങും നീഡിൽ ബെയറിങ്ങും കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടുന്ന സമയത്ത് നമുക്ക് കാലുമൊക്കെ ഒരു ഷിവറിങ്, അതായത് ഒരു ഇളക്കം പോലെ ഫീൽ ചെയ്യണത് അതിൻ്റെയാണ് കംപ്ലയിൻറ്റ് കേട്ടോ. പിന്നെ അത് കൂടാതെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡൊക്കെ ലീക്ക് ഉണ്ട്. ജസ്റ്റ് ഞാൻ ഒന്ന് ശ്രദ്ധയിൽ പെടുത്തിയെന്നുള്ളൂ കേട്ടോ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ പുകയുടെ പ്രശ്നമാണ്. അതിന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ലെയ്ത്ത് വർക്ക് നമുക്ക് എന്തെങ്കിലും കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഹെഡിൻ്റെ വാൽവിൻ്റെയൊക്കെ വർക്കുകൾ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട വർക്കാണ്. പിന്നെയുള്ളത് നമുക്ക് ഈ സിലിണ്ടറാണ്. സിലിണ്ടറിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ പഴയതായതുകൊണ്ട് തന്നെ നിലവിൽ ക്രാങ്ക് ഷാഫ്റ്റിന് ഇപ്പോൾ ചെറിയൊരു ഷേക്ക് ഉണ്ട് ഇതുമേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിലൊരു ഓപ്ഷൻ എടുക്കാം. കാരണം ഒന്ന് നമുക്ക് വേണമെങ്കിൽ സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബോർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1300 1400 അടുത്ത് നമുക്ക് കുറവ് കിട്ടും ബോർ ചെയ്യുമ്പോൾ. ഇനി അതല്ലെങ്കിൽ എപ്പോഴും നല്ലത് സിലിണ്ടർ ഇതേപോലെ തന്നെ അസംബ്ലി കിറ്റ് കിട്ടും, അത് മേടിച്ച് മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യണമാണ് ഏറ്റവും നല്ലത് കേട്ടോ. പക്ഷേ ഞാനങ്ങനെ രണ്ട് സജഷൻ പറഞ്ഞെന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ബോറിങ് കൂടി ചെയ്യാം. അപ്പോൾ ഒരു ഏകദേശം ഒരു 1400 രൂപയോളം നമുക്കതിനകത്ത് കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട് കേട്ടോ.
അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് നമുക്ക് ലെയ്ത്ത് വർക്ക് ചെയ്യുമ്പോൾ എത്ര വരും, അതായത് സിലിണ്ടർ ബോർ ചെയ്തെടുത്താൽ എത്ര വരും, മാറ്റും ഏകദേശം എത്ര വരും എന്നത് അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കാണാൻ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എഞ്ചിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്കല്ല നമ്മൾ അതിനകത്ത് പറയുന്നത്, നമുക്ക് പുകയുടെയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ ലെവൽ എത്രത്തോളം കുറഞ്ഞ് ഓടിയിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ കണക്ടർ റോഡിൻ്റെ ഈ ബെയറിങ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലൊരു നീഡിൽ ബെയറിംഗ് ആണ്. അതിന് ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പുറമേ നിന്ന് നോക്കാനായിട്ട് പറ്റില്ല. നമുക്ക് അതിൻ്റെ പ്ലേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേയുടെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമുക്ക് കംപ്ലയിൻറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണയിലെത്താൻ പറ്റുള്ളൂ. അത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് എഞ്ചിൻ അഴിച്ച് ചെയ്യേണ്ടാത്ത രീതിയിൽ ഒരു ഇത് പറയണം കേട്ടോ. മെയിനായിട്ട് നമ്മുടെ കംപ്ലയിൻറ്റ് പുകയെ മാത്രമേ ഉള്ളൂ താനും. അപ്പോൾ ഇത് നിലവിൽ ഇങ്ങനെ ഒരു പ്ലേ ഉണ്ട്. അപ്പോൾ ഈ ഓൾറെഡി കുറേ ഓടിക്കഴിഞ്ഞാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് ഈ ഇടുന്ന സിലിണ്ടർ പിസ്റ്റണൊക്കെ ഡാമേജിലേക്ക് പോകും. അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് ഇതിനകത്ത് കേട്ടോ. പക്ഷേ ഇപ്പം നിലവിൽ പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അത് അഴിക്കുന്നതിനെ പറ്റി പറയാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പം യൂണിക്കോണിൻ്റെ ഒക്കെ എഞ്ചിൻ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അത് അഴിച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 17,000 രൂപ അടുത്തൊക്കെ വരാറുണ്ട് ക്രാങ്ക് ഷാഫ്റ്റും. ഇപ്പോൾ അത് അഴിച്ച് ചെയ്യുകയാണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റും സിലിണ്ടറൊക്കെ മാറ്റി പുതിയത് തന്നെ നമ്മൾ ഇടണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു 15 രൂപയ്ക്ക് 17 രൂപ അടുത്തൊക്കെ നിലവിൽ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതും പ്രകാരം നമുക്ക് എത്ര കോസ്റ്റ് വരും എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.